ഇന്നത്തെ എൻ്റെ റെസിപ്പി ചീര കൊണ്ട് താളിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. മലപ്പുറംകാരുടെ സ്പെഷ്യൽ കറിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലോട്ടൊന്നും അങ്ങനെയില്ല. അതേപോലെ തിരുവനന്തപുരം സൈഡിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. താളിപ്പുണ്ടാക്കാൻ ഞാൻ കുപ്പച്ചീരയും ചുമന്ന ചീരയും കൊണ്ടാണ് താളിപ്പുണ്ടാക്കുന്നത്. കുപ്പച്ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിയെ കിളിച്ച് വരുന്ന പച്ചച്ചീരയ്ക്കാണ് കുപ്പച്ചീര എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഗ്രോ ബാഗിൽ ഇഷ്ടം പോലെ ഇതേപോലെ കുപ്പച്ചീരയുണ്ട്. അപ്പം നമുക്കിവിടെ കടുക് വറക്കാൻ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കരിയാപ്പിലയും ആണ് വേണ്ടത്. പിന്നെ മെയിനായിട്ട് കഞ്ഞിവെള്ളം വേണം. എന്നിട്ട് ഞാനൊരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ചെറിയ ഉള്ളിയും നല്ല നമുക്ക് കടുക് വറക്കണം. ആദ്യം തന്നെ കടുക് വറുത്തിട്ടാണ് ഈ ചീര ഇട്ട് നമുക്ക് വഴറ്റി കറി ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് വറ്റൽമുളകും കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാനാണെങ്കിൽ കാന്താരി, ഈ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാന്താരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിയും കിട്ടും. നമ്മൾ വേറെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കത്തില്ല. ഇത് മാത്രമാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇതെല്ലാം കൂടെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഈ ചീര കട്ട് ചെയ്തത് എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും ചീര ഉണ്ടെങ്കിലും അത് വെന്ത് വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. ചീരയൊന്ന് നല്ല ഇളക്കി കൊടുത്ത് അതൊന്ന് വെന്തതിന് ശേഷം വേണം നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ കഞ്ഞിവെള്ളം ഉപ്പും വേറൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇതിൻ്റെ കോംബോ എന്താണെന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ താളിപ്പും ഉണക്കമീനും പപ്പടവും, അതാണ് കോംബോ. ഞാനിവിടെ ഇതിൻ്റെ കൂടെ മീനാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തു. എൻ്റെ കയ്യിൽ ഉണക്കമീനില്ലായിരുന്നു. പക്ഷേ അടിപൊളി ടേസ്റ്റാണേ. എന്നിട്ട് നമ്മളെ ചീര എല്ലാം കൂടെ വഴണ്ട് വെന്ത് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം, ഒത്തിരി കൊഴുത്ത കഞ്ഞിവെള്ളം ആകരുത്, എങ്കിൽ കൂടി വളരെ ലൂസായിട്ടും ആകരുത്, ഒരു മീഡിയം ടൈപ്പിലുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നല്ല തിളയ്ക്കണം. നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കറക്റ്റായി. പിന്നെ ഇതിൻ്റെ കളർ ഇങ്ങനെ ചുമന്നിരിക്കുന്നത് നമ്മൾ ചുമന്ന ചീര ഇട്ടതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ അതേ കളറിൽ വന്നേനെയായിരുന്നു. ഇതേപോലെ നമ്മൾ ചീരയ്ക്ക് പകരം നമ്മൾ മുരിങ്ങയില ഇട്ട് വയ്ക്കാം. പിന്നെ അതേപോലെ സാമ്പാർ ചീര ഇട്ട് വയ്ക്കാം. അതേപോലെ ഏത് ഇല വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ താളിപ്പുണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണേ. ചൂട് ചോറിൻ്റെ കൂടെ ഈ കറി ഒഴിച്ച് ഒന്ന് കഴിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.